സല്യൂട്ട് സഹോദരരെ. 2011 ജൂലൈ മാസം ഒരു സംഭവം തൊടുപുഴയിലുണ്ടായി. ഞാൻ അന്ന് എറണാകുളം റേഞ്ചിൻ്റെ IG ആയിരുന്നു. എൻ്റെ കീഴിൽ വരുന്ന ഒരു ജില്ലയായിരുന്നു ഇടുക്കി. ഇടുക്കി SP എൻ്റെ കൂടെ എൻ്റെ സർവീസ് ആരംഭം തൊട്ട് ജോലി ചെയ്തിരുന്ന ഒരു ഓഫീസറായിരുന്നു, ശ്രീ ജോർജ് വർഗീസ്. എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുന്ന, കുടുംബവുമായി വളരെയധികം അടുപ്പമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ വഴക്കും നിസ്സാര കാര്യങ്ങൾക്കായിട്ട് പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോഴും അതെ, റിട്ടയർ ചെയ്തിട്ട് കുറേ നാളായി. ജോർജ് വർഗീസ് പ്രൊമോട്ടഡ് IPS ഓഫീസറാണ്. വളരെ നല്ല രീതിയിൽ ഇടുക്കി ജില്ല മുന്നോട്ട് പോവുകയാണ്. തൊടുപുഴ ASP ആയിരുന്നത് 2008 ബാച്ചിലുള്ള ഒരു യുവ IPS ഓഫീസർ നിശാന്തിനി, വനിതാ ഓഫീസറായിരുന്നു. വളരെ മിടുക്കി, നല്ല പേരായിരുന്നു അവിടെ നിശാന്തിനിക്ക്. പലരും എന്നെ ഫോണിൽ വിളിച്ച് പറയുമായിരുന്നു, നിശാന്തിനി മാഡം ഞങ്ങളുടെ ഈ പ്രശ്നം സോൾവ് ചെയ്തു, വളരെ മിടുക്കിയാണ് കേട്ടോ, മറ്റേ സ്ഥലത്ത് പോയി നല്ല പ്രസംഗിച്ചു എന്നൊക്കെ പറയും. ഇപ്പം തമിഴ്നാട്ട് സ്വദേശിയാണെങ്കിലും മലയാളം പെട്ടെന്ന് പഠിക്കുകയും നല്ല രീതിയിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അവിടെ ഒരു നിശാന്തിനിക്ക് ഒരു പരാതി ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇതെല്ലാം പിന്നീട് ഞാൻ അറിഞ്ഞതാണ്. ഒരു ലേഡിയാണ് പോയി പരാതി കൊടുത്തത്. സമൂഹത്തിൽ നല്ല നിലയിലുള്ള ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞത് അവിടെയുള്ളൊരു ബാങ്കിലെ മാനേജർ അവരോട് അപമര്യാദയായിട്ട് പെരുമാറി. അവരുടെ ഒരു ലോൺ അപേക്ഷ ബാങ്കിൽ കുറേ നാളായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ അയാൾ പലതരത്തിൽ ബിസിയാണെന്നൊക്കെ പറയും. അവസാനം അവർ ചെന്നപ്പോൾ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അവരുടെ കൈ കയറി പിടിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളൊരു തരത്തിൽ പരാതിയാണ് കൊടുത്തത്. അപ്പം പരാതി കൊടുത്തു കഴിഞ്ഞാൽ പത്രത്തിലൂടെ ഇവരുടെ പേരൊക്കെ വരുന്നത് കൊണ്ട് അതിനുള്ള പേടി കാരണവും കുട്ടികളുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇവർ പറഞ്ഞു, എനിക്ക് പരാതി എഴുതി തരാൻ ബുദ്ധിമുട്ടുണ്ട് മാഡം, പക്ഷേ ഈ മാനേജർ ഇതുപോലെയാണ് എല്ലാവരോടും പെരുമാറുന്നത് എന്നുള്ള ഒരു ശ്രുതി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാഡത്തിന് ഒന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എൻ്റെ ലോൺ അവിടെ പെൻഡിങ്ങും ആണ്. ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല, പക്ഷേ ഇതെല്ലാം എന്നോട് പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ചും SP-യും പറഞ്ഞ കാര്യങ്ങളാണ്, ASP-യും എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിശാന്തിനി 2 വനിതാ ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യാമോ? ഈ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും മഫ്തി വേഷത്തിൽ സ്കൂട്ടർ വാങ്ങിക്കാനുള്ള ലോണാണ് എന്ന് പറഞ്ഞൊരു അപേക്ഷയൊക്കെ ഫില്ല് ചെയ്ത് ഈ ബാങ്കിൽ പോയി മാനേജറെ കണ്ടു. മാനേജറെ കാണാൻ കുറച്ചൊക്കെ താമസമൊക്കെ എടുത്തെങ്കിലും ഇവർ രണ്ടുപേരായിട്ട് വന്നതുകൊണ്ട് പോയി കണ്ടെന്ന് തോന്നുന്നു. ആളുടെ ക്യാബിനെ വിളിച്ചിട്ട് 2-3 കോളം ഇങ്ങനെ നോക്കിയിട്ട് ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ മേശയുടെ അപ്പുറത്ത് ഇരുന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അതിൽ ഇപ്പുറത്ത് വന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു ലേഡി ഓഫീസർ അപ്പുറത്ത് ചെന്നിട്ട് അയാളോട് ഇതിങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ കയറി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയോ മറ്റോ ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരപ്പം തന്നെ കയറി അയാളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വനിതാ ഓഫീസേഴ്സാണ്, നിങ്ങളുടെ എതിരെ ഇങ്ങനെ ഒരു പരാതി കിട്ടിയത് കൊണ്ട് അന്വേഷിക്കാനായിട്ട് വന്നതാണ്. നേരിട്ട് യൂണിഫോം ഇട്ട് വന്നാൽ ഇത് കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പം തന്നെ അവരയാളെ പൊക്കി അവിടുന്ന് തൊടുപുഴ ASP-യുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് തൊടുപുഴ ASP-യുമായിട്ട് ആൾ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്ത് കാരണം പറഞ്ഞാൽ എന്നെ പിടിച്ചുകൊണ്ട് വന്നത്, ഞാൻ ഔദ്യോഗികമായിട്ട് കൃത്യനിർവഹണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വന്ന് തടസ്സപ്പെടുത്തിയതല്ലേ, ഇങ്ങോട്ട് വന്ന് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളം വെച്ച് ആ മനുഷ്യനെ നിശാന്തിനി ഒരൊറ്റ അടി വെച്ച് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അയാൾ കസേര ഇരിക്കുകയായിരുന്നു, നിശാന്തിനി യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ആവശ്യമില്ലാതെ ഉറക്കെ സംസാരിച്ചതുകൊണ്ട് എൻ്റെ കൈ പൊക്കി ഒരൊറ്റ സ്ലാപ്പ് അയാളുടെ കണ്ണക്കുറ്റിക്ക് കൊടുത്തു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് MCP എന്നുള്ളൊരു പദം പ്രയോഗം ഉപയോഗിക്കുമായിരുന്നു, മെയിൽ ഷോവനിസ്റ്റ് പിഗ് എന്ന് പറഞ്ഞിട്ട്. അതൊരു പുരുഷ വർഗീയവാദി, പുരുഷ മേൽക്കോയ്മ വാദി. പുരുഷന്മാരാണ് സമൂഹത്തിൽ ഏറ്റവും വലുത്, സ്ത്രീകൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയുള്ള ചിലരുണ്ട്. അയാളുടെ ഈഗോയെ അത് വളരെ സാരമായി ബാധിച്ചു. അയാൾക്കത് വളരെ മാനസികമായിട്ടുള്ള ആഘാതം ഉണ്ടാക്കി. ഒരു ലേഡി ഓഫീസറാണെങ്കിലും അല്ലെങ്കിലും ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ കൈ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തല്ലുന്നു, ഞാൻ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ അടിച്ചു എന്നുള്ളത് അയാളുടെ ഈഗോയെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അവിടെ വെച്ചിട്ടാണ് നിശാന്തിനി എന്നെ ഫോൺ വിളിച്ച് പറയുന്നത്, മാഡം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇങ്ങനൊരു സ്ലാപ്പ് കൊടുത്തു, അയാളെ ഒരു അടി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കേസ് എടുക്കൂ, ആ വനിതാ പോലീസിൻ്റെ തന്നെ പരാതിയുടെ ബേസിസിൽ കേസ് എടുത്തിട്ട് അവർക്ക് എന്തായാലും ബുദ്ധിമുട്ടില്ലല്ലോ കൈ കയറി പിടിച്ചത് പറയാനായിട്ട്, കാരണം സാക്ഷിയുണ്ട്. അപ്പോൾ കേസ് എടുത്തിട്ട് 354 IPC എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്, അത് കൈ കയറി പിടിച്ചത് തീർച്ചയായിട്ടും 354 IPC നിൽക്കും. അപ്പോൾ അത് വെച്ച് കേസ് എടുത്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് നോൺ പെയിലബിൾ ഒഫൻസ് ആണ്, കോടതിയിൽ കൊടുക്കണം, അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് വിളിച്ച് ചോദിച്ചു, ഈ കാര്യം എന്താണെന്നുള്ളത് വിശദമായിട്ട് എനിക്ക് റിപ്പോർട്ട് തരണമെന്ന്. ഞാൻ ജോർജ് വർഗീസിനെ SP-യെ വിളിച്ച് പറയുകയും ചെയ്തു. ജോർജ് വർഗീസ് അറിഞ്ഞോ എന്ന് ചോദിച്ചു. ജോർജ് വർഗീസ് ഞാൻ അറിഞ്ഞു, എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാനാണ് പറഞ്ഞത്,
നിശാന്തിനെയും മാഡത്തെ വിളിച്ച് സംസാരിക്കാൻ ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. ഞാൻ ജോർജ് വർഗീസും കൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് ഇതിൻ്റെ എന്താണ് കാര്യം, സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ചും ജോർജ് വർഗീസും രണ്ടുപേരും എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് നിശാന്തിനി ചെയ്തിരിക്കുന്നത് ശരിയാണ്. പരാതി കൊടുത്ത സ്ത്രീയോടും സംസാരിച്ചിരുന്നു. അവർ ഇതുപോലെ പരാതി തന്നിട്ടുണ്ട്, എഴുതിയല്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അയാൾ ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആള് ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ്. പല രീതിയിലും നല്ല തറവാടിൽ നിന്ന് വന്ന എറണാകുളത്തുള്ള ഒരു വലിയ ഫാമിലിയാണ്. വളരെയധികം സ്വാധീനങ്ങളുള്ള വ്യക്തിയാണ്. രാഷ്ട്രീയമായിട്ടും അല്ലാതെയും പോലീസ് ഓഫീസേഴ്സുമായിട്ടും ഒക്കെ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അയാൾ ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല, നടന്ന സംഭവമാണല്ലോ, അപ്പോൾ കേസെടുത്ത അയാളെ അകത്താക്കി റിമാൻഡ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്തേക്കും. ഈ ബാങ്ക് മാനേജറിൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല. കാരണം ഇതൊക്കെ പത്രത്തിൽ വന്ന വാർത്തയാണ്. സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായി. പേഴ്സി ജോസഫ് എന്നായിരുന്നു ആളുടെ പേര്. ആൾക്ക് ഫോണിൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം, വീട്ടിൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാ നിയമപ്രകാരമുള്ള സ്വാതന്ത്ര്യവും വൈദ്യപരിശോധന ഇതെല്ലാം നടത്തിയ ശേഷമാണ് കോടതിയിൽ കൊണ്ടുപോയത്. അയാളുടെ അഡ്വക്കേറ്റ് വന്നു, കോടതി അതൊക്കെ പരിശോധിച്ച ശേഷം പറഞ്ഞു സാരമില്ല, ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞ് അയാൾക്ക് അപ്പം തന്നെ ജാമ്യം കൊടുത്തു വിട്ടു. റിമാൻഡ് ചെയ്തില്ല. അപ്പം നമ്മളും വലുതായിട്ട് എതിർക്കാൻ പോയില്ല. കാരണം ഒരു കേസെന്ന് പറഞ്ഞാൽ അത്ര ഭീകരമായിട്ടുള്ള കേസല്ല. പോലീസോ പ്രോസിക്യൂഷനോ എതിർത്തില്ല. ആൾക്ക് ജാമ്യം കിട്ടി. ആള് പുറത്തിറങ്ങി. പക്ഷേ പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആരോ പറഞ്ഞിട്ടായിരിക്കും, വക്കീലോ മറ്റോ, 3 ദിവസത്തേക്ക് അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കിടന്നു. ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റും ഒക്കെ ഒപ്പിച്ചെടുത്തു. എന്നിട്ട് പത്രങ്ങളിലൂടെ ഒരു അറ്റാക്ക് തുടങ്ങി, കൗണ്ടർ അറ്റാക്ക്. എല്ലാ മാധ്യമങ്ങളെയും എങ്ങനെയോ സ്വാധീനിച്ചു. എന്നിട്ട് നിരന്തരമായിട്ട് നിശാന്തിനെ അടിച്ചതിനെ പറ്റി, അയാളെ സ്ലാപ്പ് ചെയ്തത്, അത് മാറ്റി അത് പോലീസ് ക്രൂരതയാക്കി, ലോക്കപ്പ് കസ്റ്റോഡിയൽ മർദ്ദനമാക്കി മാറ്റി. ASPയുടെ ഓഫീസ് എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസ് തന്നെയാണ്. ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള ഒരു മുറിയാണ് ASPയുടെ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ലോക്കപ്പ് മർദ്ദനം നടത്തി, ക്രൂരമായി ടോർച്ചർ ചെയ്തു. അയാളുടെ ശരീരത്തിൽ മുഴുവനും പാടുകളുണ്ട്, അവശ നിലയിലായി, അയാൾക്ക് എണീറ്റ് നടക്കാൻ പറ്റാതായി, കിഡ്നിക്ക് അസുഖമായി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് അത് പ്രചാരണം നൽകാനായിട്ട് ശ്രമിച്ചു. നിശാന്തിനിക്ക് ഈ പേഴ്സി ജോസഫിനോട് മുൻ വൈരാഗ്യമുണ്ടെന്നും ഒരു ക്രിമിനൽ കോൺസ്പിറസി നടത്തി അയാളെ കേസിൽ കൊടുക്കാൻ വേണ്ടി, എന്താണ് കാരണം, ഒരു തമിഴ്നാട്ട് സ്വദേശിയായ ഒരു പെൺകുട്ടി കേരളത്തിലെ വനിതാ IPS ഓഫീസറായിട്ട് വരുമ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്, ആദ്യത്തെ സബ് ഡിവിഷനാണ്. ഏത് വ്യക്തിയെ പേഴ്സണലായിട്ട് അറിയാം, എങ്ങനെ മുൻവൈരാഗ്യം വരാം എന്നൊന്നും നോക്കാതെ, ആ വനിതാ പോലീസുകാർക്കും അയാളോട് എങ്ങനെ മുൻവൈരാഗ്യം വരാം അതൊന്നും നോക്കാതെ ചുമ്മാ എടുത്തിട്ട് പത്രങ്ങൾ, ഈ സാമുദായിക ഒരു സിമ്പത്തിയുള്ള പത്രങ്ങളാണ് കൂടുതൽ പ്രാധാന്യം ഇതിന് കൊടുത്തത്. അങ്ങനെ ഒരു ASPയെ എങ്ങനെ ഡീമോറലൈസ് ചെയ്യാമോ അങ്ങനെയൊക്കെ ഡീമോറലൈസ് ചെയ്യുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പരാതി എഴുതി തുരാന്ന് പറഞ്ഞ് DGPക്ക് അയച്ചു, ഹോം സെക്രട്ടറിക്ക് അയച്ചു, ചീഫ് സെക്രട്ടറിക്ക് അയച്ചു, മനുഷ്യാവകാശ കമ്മീഷനിൽ അയച്ചു, എല്ലായിടത്തോട്ടും അയാൾ പരാതി അയച്ചു. ഇത്രയും ആളുകൾക്ക് പരാതി നൽകിയ ശ്രീ പേഴ്സി ജോസഫ് എന്തുകൊണ്ടാണ് അന്ന് റേഞ്ച് IG ആയിരുന്ന എനിക്ക് ഒരു പരാതി തരാത്തത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു നോക്കി. ഒന്നുകിൽ എന്നെ വിശ്വാസമില്ല, അല്ലെങ്കിൽ അയാൾ ചെയ്തത് മുഴുവനും തെറ്റാണ്, അത് ഞാൻ തെളിയിക്കും എന്നുള്ള പേടി കാരണം. കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അയാൾക്ക് സഹായകരമാകുന്ന ചില മൊഴികളും ചില തെളിവുകളും അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അത് വെച്ചുകൊണ്ട് പിന്നീട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റേഞ്ച് IG എന്നുള്ള നിലയിൽ ഞാൻ അത് ഒളിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാണോ എന്നും അറിയില്ല. എന്തായാലും എനിക്ക് ഒരു പരാതി തന്നില്ല. എല്ലാ പ്രശ്നത്തിനും ഒരു മറുവശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പേഴ്സി ജോസഫിനെ ഇതുവരെ ഞാൻ നേരെ കണ്ടിട്ടില്ല. ആൾ എങ്ങനെ ഇരിക്കുമെന്ന് പോലും എനിക്കറിയില്ല കാണാൻ. എനിക്കൊരു പരാതി തരാത്തത് കൊണ്ടും ആ വശം കേൾക്കാത്തത് കൊണ്ടും ഞാൻ അനുമാനിച്ചു പോലീസും ഇന്റലിജൻസും ASPയും ഒക്കെ എന്നോട് പറഞ്ഞതായിരിക്കാം ശരി എന്ന്. ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. 2012 ഏപ്രിൽ എങ്ങാണ്ട് അത് തള്ളി, അത് നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് തള്ളി. പിന്നെ അത് ക്രൈംബ്രാഞ്ചിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്തു. CBIക്ക് മാറ്റണം എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തു. നിശാന്തിനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാനായിട്ടൊരു ശ്രമമൊക്കെ നടത്തി. പക്ഷേ അയാൾക്കെതിരെ ഒരു കേസ് നിൽക്കുന്നത് കൊണ്ട് തിരിച്ചൊരു കേസ് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നുകൊണ്ട് അത് നടന്നില്ല. എന്തായാലും പല രീതിയിൽ അയാൾ ഈ ഓഫീസറെ ഡീമോറലൈസ് ചെയ്യാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് പത്രങ്ങളിലൂടെയുള്ള സ്വാധീനത്തിൽ അത് വളരെ സക്സസ്ഫുൾ ആയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പോകവേ കുറേ നാൾ ഇയാൾ ഇതിങ്ങനെ ഒരു സാമുദായിക പ്രശ്നം പോലെ ഉണ്ടാക്കിയെടുത്തു. അതായത് ഒരു ഹിന്ദു വനിത ഒരു ക്രിസ്ത്യൻ പുരുഷനെ അപമാനിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പം അങ്ങനെ പോയപ്പോൾ വളരെയധികം പ്രഷർ അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ മുകളിലും അന്നത്തെ DGPയുടെ മുകളിലും ഒക്കെ ഉണ്ടായതാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം പള്ളി വഴിയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാമല്ലോ.
അത് ആദ്യം അന്വേഷിച്ച പല ഓഫീസേഴ്സിൻ്റെയും റിപ്പോർട്ടുകൾ മറികടന്നുകൊണ്ട് ഒരുപാട് ഓഫീസേഴ്സ് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും അതെല്ലാം പോലീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. ഇയാൾ തെറ്റ് ചെയ്തതാണെന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. പക്ഷേ ഇയാൾ വിടാതെ അത് പിടിച്ച് പിന്തുടർന്ന് അയാൾ കുറേ കാശൊക്കെ ചിലവാക്കിയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു AV ജോർജ് എന്ന് പേരുള്ള ഒരു SP കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം എന്ന് വാശി പിടിച്ച് പറഞ്ഞ് DGP അവസാനം സഹി കെട്ട് ശരി എന്ന് AV ജോർജിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് AV ജോർജിനെ എഴുതി കൊടുത്തു. കാരണം ആരന്വേഷിച്ചാലും ഏത് ഓഫീസർ അന്വേഷിച്ചാലും സത്യമേ പുറത്തു വരുള്ളൂ എന്നുള്ളൊരു ഉത്തമ ബോധ്യം അന്ന് DGPക്ക് ഉണ്ടായിരുന്നു. AV ജോർജ് കൊടുത്ത റിപ്പോർട്ട് നേരെ തിരിച്ചായിരുന്നു. അതായത് സംഭവം നടന്നതിന് നേരെ മറിച്ചൊരു റിപ്പോർട്ട് എഴുതി കൊടുത്തു. പേഴ്സി ജോസഫ് പറഞ്ഞതെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനധികൃതമായിട്ടുള്ള അറസ്റ്റായിരുന്നു, അനധികൃതമായിട്ട് പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു. പരാതി കൊടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അയാളുടെ ശരീരത്തിലുള്ള പാടുകളെന്ന് പറഞ്ഞിട്ടുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ പടങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആയുർവേദ ചികിത്സയായിരുന്നു അയാൾ ചെയ്തിരുന്നത്. അപ്പോൾ നല്ലപോലെ മർദ്ദനമേറ്റ ഒരാൾ ആയുർവേദ ചികിത്സ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, തിരുമ്മലും ഉഴിച്ചിലും ഒക്കെ നടത്താം. കൊതുക് കടിക്കുമ്പോൾ ചൊറിയുമ്പോൾ നഖത്തിൻ്റെ പാടൊക്കെ വീഴൂല്ലേ, അതുപോലെയുള്ള നഖത്തിൻ്റെ പാടുകൾ വീണതും അവിടെ ഇവിടെ തട്ടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ എല്ലാവരുടെ ശരീരത്തിൽ ഇത് കാണുമല്ലോ, ബ്രൂസസ് ചെറുതായിട്ടുള്ള കാണുമല്ലോ. അപ്പോൾ അതൊക്കെ പെരുപ്പിച്ച് കാണിച്ച് വലുതാക്കിയാണ് അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് ആണ് മജിസ്ട്രേറ്റ് കോടതിയിലോട്ട് കൊണ്ടുപോയത്. അന്നേരം ഇല്ലാതിരുന്ന പല പരിക്കുകളും പിന്നീടുണ്ട് എന്ന് വരുത്തി അത് അതിനകത്ത് മുഴുവൻ അത് എഴുതിച്ച് വൂണ്ട് സർട്ടിഫിക്കറ്റ് സ്വന്തമായിട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നും ആയുർവേദ ആശുപത്രിയിൽ നിന്നും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അതൊക്കെ കൊടുത്തിട്ടാണ്. അതെല്ലാം AV ജോർജ് SP പറഞ്ഞു അതെല്ലാം ശരിയാണ്, ഒരു ബ്രൂട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്, പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന് അയാളെ ഇടിച്ച് പരത്തി ശരിയാക്കി. നിശാന്തിനെയാണ് അതിന് നേതൃത്വം നൽകിയത്. എല്ലാം കൂടെ വെച്ചാൽ ഈ നിശാന്തിനിക്കെതിരെ കർശനമായിട്ട് അച്ചടക്ക നടപടി എടുക്കണം എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടാണ് ജോർജ് കൊടുത്തത്. അത് ഒരു റിപ്പോർട്ട് എഴുതി DGPക്കും ഗവൺമെന്റിനും സമർപ്പിക്കുകയും ചെയ്തു. പത്രങ്ങളിലൂടെ അത് അപ്പം തന്നെ വരികയും ചെയ്തു. പേഴ്സി ജോസഫിന് ഭയങ്കര ക്രൂവലായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു SP ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് പത്രത്തിലൂടെ പുറത്താവുകയും അതിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പ്രചരിക്കുകയും ചെയ്തപ്പോൾ പിന്നെ അതിൻ്റെ പുറത്തൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് DGP ഒരു പേരിൻ്റെ ഒരു എൻക്വയറി ഓർഡർ ചെയ്തു. പേരിനെന്നല്ല, സീരിയസ് ആയിട്ട് ഇതിൻ്റെ റിപ്പോർട്ടിൽ നിശാന്തിനിക്കെതിരെ ഒരു അച്ചടക്ക നടപടി എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തു. മനോജ് എബ്രഹാം ആണ് നേതൃത്വം നൽകി. അത് അന്വേഷിച്ച ശേഷം അത് ഇതിനകത്ത് യാതൊരു വസ്തുതയും ഇല്ല, നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷൻ ഈ പരാതി നോക്കിയിട്ട് മനുഷ്യാവകാശ കമ്മീഷന് മനസ്സിലായി എന്തായാലും മുൻവൈരാഗ്യം ഉണ്ടാകാൻ വഴിയില്ല, അങ്ങനെ തല്ലിച്ചതക്കേണ്ട കാര്യമൊന്നുമില്ല ആളെ എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും കുഴപ്പമില്ല നടക്കട്ടെ എന്ന രീതിയിൽ കർശനമായിട്ട് IG നേതൃത്വത്തിൽ കേസന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി അതങ്ങ് മടക്കുകയായിരുന്നു. പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയും അതുപോലെ നടപടിയൊന്നും എടുത്തില്ല, കാരണം അതിന് എടുക്കാനുള്ള കാര്യമില്ല. പക്ഷേ ഇയാളത് വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഹൈക്കോടതിയിൽ വീണ്ടും ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് നിശാന്തിനിക്കെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് ഇതെന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല, എൻ്റെ കീഴിൽ നടന്ന ഒരു സംഭവമാണ്. പക്ഷെ എന്നാലും പിന്നീട് ഒരു ട്വിസ്റ്റിലൂടെ അത് എന്നെയും കൂടെ വലിച്ച് ഇട്ടു ഇതിനകത്തേക്ക്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന ശ്രീ സാജൻ പീറ്റർ അദ്ദേഹം എന്നോട് ഫോണിൽ വിളിച്ച് ചോദിച്ചു, ശ്രീലേഖ ഇതെന്തുവാണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊക്കെ ഇന്ന കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നോട് ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, ഹൈക്കോടതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ അതിന് ശ്രീലേഖ അന്ന് പറഞ്ഞ കാര്യം എനിക്കൊന്ന് നോട്ടായിട്ട് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാർ എനിക്കൊരു കത്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ എഴുതി തരാം, എൻ്റെ റിപ്പോർട്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്പോർട്ടായിട്ട് എഴുതി തരാമെന്ന്. അപ്പോൾ അല്ല അതിനുള്ള സമയമില്ല, എനിക്കത് പറഞ്ഞ കാര്യങ്ങൾ ഫോണിൽ കൂടെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ബ്രീഫ് നോട്ടായിട്ട് എഴുതി അങ്ങ് തന്നാൽ മതി, അത് ഫയലിലൊന്നും ഇടാനല്ല, എൻ്റെ പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഫയലിൽ ഇടൂല, അത് പേഴ്സണലായിട്ട് ഞാൻ നോക്കിയിട്ട് അതങ്ങ് ചെയ്തോളാം, ചെറിയൊരു പേജ് നോട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു നോട്ട് എഴുതി, അതിൻ്റെ അടിയിൽ ഒരു ഒപ്പും കൂടെ ഇട്ട് ഡേറ്റും വെച്ചിട്ടാണ് അത് അദ്ദേഹത്തിന് ഇമെയിലായിട്ടോ ഫാക്സായിട്ടോ എന്താണ് അയച്ചു കൊടുത്തത്. അത് അവിടുന്ന് ലീക്കായി. ആര് കാരണമാണ് ലീക്കായത് എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് പേഴ്സി ജോസഫിൻ്റെ കയ്യിലും പത്രക്കാരുടെ കയ്യിലും ഒക്കെ കിട്ടിയിട്ട് ആ സമയം ഞാൻ IG എറണാകുളം റേഞ്ച് അല്ല, ഞാൻ ADGP ആയിട്ട് പ്രൊമോഷൻ കിട്ടി തിരുവനന്തപുരത്ത് ഇരിക്കുന്ന സമയമാണ്. ഇത് നീണ്ടു പോയ ഒരു കാര്യമാണ്, വർഷങ്ങളോളം നീണ്ടു പോയതാണ്. അപ്പം ഞാൻ അതിനകത്ത് എങ്ങനെ ഇടപെട്ടു എന്നുള്ള രീതിയിലാണ് അയാൾക്ക്, ഇവർക്ക് എന്താ അതിനകത്ത് ഇടപെടാൻ കാണും, ഇവരെന്തിനാണ് എനിക്കെതിരെ കൊടുക്കുന്നത്, അതും കൂടെ വെച്ചിട്ട് അയാൾ വീണ്ടും ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും എനിക്കെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം ഒരു ഓഫീസറെ സപ്പോർട്ട് ചെയ്ത് ഒരു സീനിയർ ലേഡി ഓഫീസർ കൊടുത്തിരിക്കുന്നു. ആരെന്ത് പറഞ്ഞാലും ഒരു വിശ്വാസ്യത എന്നെക്കുറിച്ച് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിലുമുണ്ട്, സമൂഹത്തിലുമുണ്ട്. ഞാൻ പറയുന്നത് കള്ളമാകാൻ സാധ്യതയില്ല എന്നൊരു വിശ്വാസ്യത ഉള്ളതുകൊണ്ട് ഇതാണ് എൻ്റെ അറിവിൽ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തത് അയാളെ അത് അഫക്റ്റ് ചെയ്യും, കാരണം അയാളുടെ കേസിനെ അഫക്റ്റ് ചെയ്യും.
അതുകൊണ്ട് പേഴ്സി ജോസഫ് എനിക്കെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തു തൊടുപുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ. ഞാൻ 8 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. അതിന് മുമ്പ് അയാൾ ഒരു നോട്ടീസ് അയച്ചിരുന്നു. അത് പലർക്കും അയച്ചു. ചീഫ് സെക്രട്ടറിമാർക്കും പഴയ നിവേദിത പി ഹരൻ മാഡത്തിനും ഹോം സെക്രട്ടറിക്കും DGPക്കും ഈ ഓഫീസേഴ്സിനും പലർക്കും ഇങ്ങനെ നോട്ടീസ് അയച്ചുകൊണ്ടിരുന്നു. 30 ദിവസത്തിനകം തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നൊക്കെ പതിവ് ഭാഷ, ചില വക്കീലന്മാരുടെ ഭാഷ എങ്ങനെയാണല്ലോ. ക്രൈംബ്രാഞ്ചിൽ ഞാൻ ആയിരുന്നപ്പോൾ തൊട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന വളരെ വിശ്വസ്തനായിട്ടുള്ള, എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അനിൽ. സബ് ഇൻസ്പെക്ടറാണ് അനിൽ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ മിടുക്കണം. അപ്പോൾ എൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അനിലിത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പേടിയായി. പല്ല് വന്നിങ്ങനെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയും, മാഡം മറുപടി കൊടുക്കട്ടെ, മാഡം മറുപടി കൊടുക്കണ്ടേ, മാഡം എന്തെങ്കിലും പറയണ്ടേ, എഴുതണ്ടേ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കട്ടെ, കൊടുക്കണ്ട, അങ്ങനെ ഇതിനൊന്നും മറുപടി ആരും കൊടുക്കാറില്ല. അല്ല മാഡം പ്രൊമോഷനൊക്കെ വരുമല്ലേ, സീരിയസ് കാര്യമല്ലേ എന്ന് പറയുമ്പോൾ അനിലിൻ്റെ വാക്ക് ഞാൻ എപ്പോഴും മാനിക്കാറുണ്ട്. അനിൽ പറയുന്നതെല്ലാം ഞാൻ ശരിയാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് ഇതാണ് സംഗതി, ഇങ്ങനെ ഞാൻ എഴുതി കൊടുത്ത ഒരു അനൗദ്യോഗിക നോട്ടാണ് ഇത്. എൻ്റെ സത്യസന്ധമായിട്ടുള്ള വിവരണത്തിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതാണെന്നുള്ള മട്ടിൽ ഞാനൊരു മറുപടി എഴുതി കൊടുത്തു. പക്ഷെ അതും പിന്നീട് പാരയായി. കാരണം അതിനകത്തും കുറേ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ എഴുതി കൊടുത്തു. ഞാനൊരു സ്വയം അംഗീകരിച്ചില്ല എഴുതി കൊടുത്തു എന്നുള്ളത്. എനിക്കൊരു അഡ്വക്കേറ്റിനെ ആക്കേണ്ടി വന്നു. പാവം അദ്ദേഹം, അഡ്വക്കേറ്റ് സത്യൻ എന്ന് പറയും, തൊടുപുഴ കോടതിയിലെ വളരെ പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുകയും പല പ്രാവശ്യം തിരുവനന്തപുരത്ത് വരികയും പോവുകയും തൊടുപുഴ കോടതിയിൽ പോവുകയും ചെയ്തിട്ട് എൻ്റെ ഒറ്റ പൈസ വാങ്ങിച്ചിട്ടില്ല. അപ്പോഴും ഞങ്ങൾ സുഹൃത്തായിട്ട് തുടരുന്നുണ്ട്. പക്ഷേ സത്യൻ എന്നോട് പറഞ്ഞത് ഇത് മറുപടി എഴുതി കൊടുക്കണ്ടായിരുന്നു, അത് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മെസ്സേജും കൂടെ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. അതായത് ആരെങ്കിലും വക്കീൽ നോട്ടീസ് അയച്ചാൽ അതിനെ എടുപിടിയെന്ന് പറഞ്ഞ് മറുപടി ഒന്നും അയക്കേണ്ട, അതങ്ങ് ഇഗ്നോർ ചെയ്യുക. കോടതി പോകുന്നെങ്കിൽ പോട്ടെ, എന്നാ താൻ കേസ് എന്ന മട്ടിലിരിക്കുന്നതാണ് നല്ലത്. കേസ് കൊടുക്കുമ്പോൾ അപ്പം നോക്കാം എന്ന മട്ടിലിരിക്കുന്നതാണ് നല്ലത്, മറുപടി ഒന്നും എഴുതി കൊടുക്കാൻ പോകണ്ട എന്ന്. തൊടുപുഴ കോടതിയിൽ കേസ് കുറേ നാൾ പോയി. പോലീസിന് പറ്റിയ ഒരു വലിയ അബദ്ധം എന്ന് പറയുന്നത്, ആ സമയത്ത് CCTV ക്യാമറ അയാളുടെ ബാങ്കിലോ അയാളുടെ മുറിയിലോ ഉണ്ടായിരുന്നു എന്ന് ചെക്ക് ചെയ്തില്ല. കൂടാതെ രണ്ടാമത്തെ ഒരു അബദ്ധം, എന്തുകൊണ്ടാണ് വനിതാ ഓഫീസേഴ്സ് ഒരു ലോൺ ആപ്ലിക്കേഷനുമായി ചെന്നത്, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിന് വേണ്ട നിയമോപദേശം അവർക്ക് ലഭിച്ചില്ല. കൂടാതെ അതിന് കവിഞ്ഞ് അവർ ആദ്യം വന്ന സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്തു. അവരെക്കുറിച്ച് ഒരു മെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വിറ്റ്നസ് സ്ഥാനത്ത് വെച്ചിരുന്നെങ്കിൽ, അവരുടെ പരാതി പുറത്താകുമോ എന്നുള്ള പേടി കാരണം അവർ എഴുതി തരാത്തത് കൊണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി വനിതാ പോലീസ് ഓഫീസേഴ്സിനെ വിട്ടതാണ് എന്നൊരു വാക്ക് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടോ എഴുതാൻ വിസമ്മതിച്ചുകൊണ്ട് വനിതാ പോലീസുകാരെ ജെന്യുവിനായിട്ട് ഒരു സ്കൂട്ടർ ആവശ്യമായിട്ട് പോയതാണെന്നും ആ സമയത്താണ് അയാൾ കൈ കയറി പിടിച്ചതും എന്നൊക്കെയാണ് അവർ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അത് കോടതി മുഖവിലക്കെടുത്തില്ല. ഈ കേസ് അവസാനം വിസ്താരമൊക്കെ കഴിഞ്ഞ് ഇയാളെ വെറുതെ വിട്ടു, പ്രതിയെ വെറുതെ വിട്ടു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പ്രതി ആ സമയത്ത് AV ജോർജിനെ കൊണ്ട് ഉണ്ടാക്കിയ ഈ റിപ്പോർട്ട് ഒരു തെളിവായിട്ട് സമർപ്പിക്കുകയും CCTV ക്യാമറ ദൃശ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു എന്നാണ്. CCTV ക്യാമറ ദൃശ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിനകത്തുണ്ട് എന്ന് പറയുന്നത് ഈ ലേഡി ഓഫീസർ അയാളുടെ മുറിയിൽ കയറുന്നതും അയാൾ അവരോട് സംസാരിക്കുന്നതും അവരിയ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള CCTV ദൃശ്യങ്ങളുണ്ട്. അതിനകത്ത് സമയം കാണിക്കുന്നുണ്ട് എന്നും ആ സമയത്തൊന്നും അയാൾ ഇവരുടെ കയ്യിൽ കയറി പിടിച്ചതായിട്ടോ അവർ ഇയാളുടെ അടുത്ത് ചെന്ന് നിൽക്കുന്നതായിട്ടോ ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരു നെഗറ്റീവ് എവിഡൻസ് എന്നുള്ള നിലയിൽ, അതായത് പോലീസ് സമർത്ഥിച്ച കാര്യത്തെക്കാളും ഒരു ഡിഫൻസ് എവിഡൻസ് എന്നുള്ള നിലയിൽ ആ CCTV ദൃശ്യങ്ങൾ അയാൾ ഒരു CD-യിലാക്കി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് വളരെ എളുപ്പം ആർക്കും സാധിക്കാവുന്നതാണ്. കാരണം ഒരു പ്രതിയുടെ കയ്യിലാണ് ഒരു CCTV ദൃശ്യങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനകത്ത് സമയത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും, പിക്ചേഴ്സിൽ മാറ്റം വരുത്താൻ സാധിക്കും, എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ആരും അറിയാത്ത രീതിയിൽ ഒരു IT വിദഗ്ധന് അത് മുഴുവൻ സാധിക്കുന്നതാണ്. അത് പോലീസ് സീസ് ചെയ്തെടുക്കുകയോ അത് വിശദ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലോ സൈബർ ലാബിലോ അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് കള്ളത്തെളിവാണ് എന്ന് സമർത്ഥിക്കാനും പോലീസ് മെനക്കെട്ടില്ല. കാരണം പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ചിൽ പോയി. ഇപ്പോൾ ലോക്കൽ പോലീസിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസർ അന്വേഷിച്ചപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ രീതിയിൽ അങ്ങ് അന്വേഷിച്ച് കേസ് ചാർജ് ഷീറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ ഇത് ശിക്ഷിക്കാതെ വെറുതെ വിട്ടപ്പോൾ ആരും അതിനെതിരെ അപ്പീൽ പോവുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും ഉണ്ടായില്ല എന്നതും ഖേദകരമായി എനിക്ക് പിന്നീട് തോന്നി. 8 വർഷമായിട്ട് ഇങ്ങനെ ഈ ഓഫീസർക്ക് DIG ആയിട്ട് പ്രൊമോഷൻ ഡ്യൂ ആയിട്ട് ഇരിക്കുന്നു, ഒരു ഫോറിൻ സ്കോളർഷിപ്പ് കിട്ടി വിദേശത്ത് പോകാനായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് ഈ തടസ്സങ്ങളാണ് ഇത്. കാരണം ഇതിനെല്ലാം NOC വേണം,
നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ വേണം. അപ്പോൾ കോടതിയിൽ ഒരു കേസ് ഇരിക്കുന്നത് NOCക്ക് ഒരു തടസ്സമായിരിക്കും. വിദേശത്ത് പോകാനുള്ള NOCക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഈ കേസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പല ആളുകളുടെ കൂടെ ചർച്ച ചെയ്തിട്ട് അവസാനം അയാൾ ഒരു തുക പറഞ്ഞു. ഞാൻ 20 ലക്ഷം രൂപ എനിക്ക് തന്നാൽ ഞാൻ കേസ് വിഡ്രോ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ടുള്ള തുകയുടെ കാര്യം അറിയില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒരു വില വെച്ചപ്പോൾ കേട്ടപ്പോൾ ഞാനങ്ങ് അതിശയിച്ചു പോയി. ഒരു ഒരു സ്ലാപ്പിൻ്റെ, അത് വനിതാ ഓഫീസറിൻ്റെ സ്ലാപ്പിൻ്റെ വില 20 ലക്ഷം രൂപയാണ് എന്നുള്ളത്. അയാൾ അതൊക്കെ വിഡ്രോ ചെയ്തു. എത്ര രൂപ കൊടുത്തു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത്രേ ഉള്ളൂ. അതായത് കാശിന് വേണ്ടി, ബാങ്ക് മാനേജർ അല്ലേ ആഫ്റ്റർ ഓൾ, പൈസ കൈകാര്യം ചെയ്ത് മതിയായ ആളാണ്. സെറ്റിൽ ചെയ്ത ശേഷവും കുറച്ച് നാളത്തേക്ക് ഇതിനെപ്പറ്റി വല്ലാതെ വാർത്തകൾ വന്നു. എല്ലാ കേസുകളും പിൻവലിച്ചപ്പോൾ ഈ മാനനഷ്ട കേസും പിൻവലിക്കുകയും പിന്നീട് എനിക്ക് അതിനെപ്പറ്റി ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഇതൊരു വനിതാ ഓഫീസറെ എങ്ങനെയൊക്കെ ഡീമോറലൈസ് ചെയ്യാമോ അങ്ങനെ ചെയ്യാനായിട്ട് ഒരു കൊച്ചു കേസിന് സാധിച്ചു. ഒരു വനിതയ്ക്ക് വേണ്ടിയിട്ട്, ഒരു വനിതാ പരാതിക്കാരിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സത്യസന്ധമായ ഇടപെടൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുകയും ഈ പ്രശ്നം വന്നപ്പോൾ മുതൽ ഇയാൾ ഈ ഒരു സ്വഭാവക്കാരനായതുകൊണ്ടും വളരെ സ്വാധീനം ഉള്ളതുകൊണ്ടും രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും അയാൾക്കൊരു പോലീസ് ഓഫീസറെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റിയതുകൊണ്ടും ഉണ്ടായ ഒരു വലിയ പ്രശ്നമാണ് ഇത്. ASPക്ക് ആ സമയത്ത് വേണ്ടിയിരുന്ന വലിയൊരു സപ്പോർട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാമായിരുന്നു. എല്ലാവരും ചേർന്ന് അത് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ള വലിയ പരാതി എനിക്കുണ്ട്. കാരണം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചെങ്കിൽ പോലും പല ആൾക്കാർക്കും അത് കൈവിട്ടു പോയി. അതും പത്രങ്ങളെ മാത്രമേ എനിക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ. കാരണം മീഡിയ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ വളരെ വലിയ കളിയാണ്. ഇപ്പോഴും നിങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് പത്രവാർത്തകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, ഓ ഈ ഓഫീസർ, ഇന്ന ഓഫീസർ ഇവിടെ വേണ്ട, നമ്മുടെ കേരളത്തിൽ വേണ്ട, ഇതുപോലുള്ള ഓഫീസർമാർ എന്തിനാണ്, അതുപോലുള്ള രീതിയിലാണ് പത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ശരിയല്ല. അത് വളരെ നല്ല ഒരു ഓഫീസറാണ്. നമ്മുടെ ഒരു കേരളത്തിൽ കിട്ടിയിട്ടുള്ള ഒരു അസറ്റാണ് ഈ ലേഡി ഓഫീസർ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പത്തനംതിട്ട SP ആയിട്ട് പിന്നീട് ജോലി ചെയ്യുകയും DIG ആയിട്ട് ഇവിടെ റേഞ്ചിൽ ജോലി ചെയ്തു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നല്ല പേരും പെരുമയും ഉണ്ട്. സമർത്ഥയായിട്ടുള്ള ആത്മാർത്ഥതയുള്ള ഓഫീസറാണ്. പക്ഷേ തീർച്ചയായിട്ടും ഒന്ന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇതുപോലെ ഇടപെടുന്ന സമയത്ത് ഈ ഒരു സംഭവം ഓർമ്മ വരികയും ഒന്ന് അറയ്ക്കുകയും ചെയ്യും. നിശാന്തിനി ഇപ്പോഴും എൻ്റെ കുഞ്ഞനിയത്തിയെ പോലെ തന്നെയാണ്. വളരെയധികം സ്നേഹമുണ്ട് എനിക്ക്. പക്ഷേ എന്നാലും പല ഓഫീസർക്കും ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ അവരുടെ സർവീസിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അത് വല്ലാത്ത വഴിത്തിരിവാകും. അവരുടെ സർവീസിലും അവരുടെ ജീവിതത്തിലും വല്ലാതെ അവരെ അഫക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നിശാന്തിനി അങ്ങനെ അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഷീ ഡസ് നോട്ട് കെയർ മച്ച് അബൌട്ട് മീഡിയ. പത്രങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കാര്യമാക്കാതെ സമർത്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് തല ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നേറുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സസ്നേഹം, ശ്രീലേഖ.